എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. നമുക്ക് അത്തമൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഓണത്തിൻ്റെ തിരക്കുകളിലാണ് എല്ലാവരും അല്ലേ. അപ്പോൾ നമുക്കിന്ന് ഓണത്തിനൊരു തീയൽ വെച്ചാലോ? ഓണത്തീയൽ. ഞാൻ എൻ്റെ കൊല്ലത്ത് വയ്ക്കുന്ന ഒരു തീയൽ, എൻ്റെ അമ്മ കാണിക്കുന്ന തീയലാണ്. എൻ്റെ അമ്മ ചെയ്യുന്ന ഒരു തീയലാണിത് ഓണത്തിന്. നല്ല അന്ന് അമ്മ വെച്ചിരുമ്പോൾ നല്ല ടേസ്റ്റൊക്കെയാണ്. പക്ഷേ ഇന്ന് ഞാൻ വയ്ക്കുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ വെച്ച് നോക്കാൻ പോവുകയാണ്. ഈ ഓണത്തീയൽ ഓണത്തിനും വയ്ക്കും, അല്ലാതെയൊക്കെ വെച്ച് തരുന്നതാണ് കേട്ടോ. ഇത് നമുക്ക് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, 2 കിഴങ്ങ്, ആവശ്യത്തിനുള്ള കിഴങ്ങ് ആവശ്യമുള്ളവർക്ക് എടുക്കാം. ഇപ്പോൾ ഞാൻ 2 കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഉരുളൻകിഴങ്ങ് 2 എണ്ണം, 2 സവാള, 3 പച്ചമുളക്, കറിവേപ്പില, 2 തക്കാളി, ചെറിയ 2 തക്കാളി, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞത്, പിന്നെ ഒരു നെല്ലിക്ക അളവിന് പുളി. ഇത്രയും സാധനമാണ് ഇതിന് എടുത്തേക്കുന്നത്. അത് തേങ്ങ വറുത്തരച്ചാണ് വയ്ക്കുന്നത് കേട്ടോ. ഇതുണ്ട്, ഇത് ഒരു അരമുറി തേങ്ങ, ഒരു ഏലയ്ക്ക, ഒരു നുള്ള് ചെറിയ ജീരകം, 1 സ്പൂൺ പെരിഞ്ജീരകം, പിന്നെ ഒരു ചെറിയ പട്ട, കുരുമുളക്. ഇത് ഇത്രയാണ്. ഒരു ഗ്രാമ്പു, അധികം ഒന്നും ഇടരുത്, അപ്പം ഭയങ്കര സ്മെല്ല് കൂടും. 1 ഗ്രാമ്പു. ഇത്രയും സാധനമാണ് നമ്മൾ ഈ തേങ്ങ വറുത്തരച്ച് വെക്കുന്നതിന് വേണ്ടുന്ന സാധനം. ഇനി അതിനകത്ത് വേണ്ടതെന്ന് വെച്ചാൽ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലയ്ക്ക് പകരം നമ്മൾ ഇതെല്ലാം സാധനങ്ങളും ചേർത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ 1 സ്പൂൺ ചിക്കൻ മസാല. ഇത് ഇത്രയും ചേർത്താണ് നമ്മൾ ഈ തീയൽ വെക്കുന്നത്. ചിക്കൻ മസാല വേണമെങ്കിൽ ചേർത്താൽ മതി, വേണ്ടാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. നമ്മളിതെല്ലാം ചേർത്തിട്ടുണ്ട്. നമുക്ക് ഈ തീയൽ ഈ തേങ്ങയെല്ലാം നല്ല ചുമക്ക വറുക്കണം. ഇതെല്ലാം നല്ല ചുമക്ക വറുത്ത് ഇതിനകത്ത് മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം ഇട്ട് മൂപ്പിച്ച് നല്ലോണം എടുത്ത് അരച്ചങ്ങ് വെച്ചാൽ മതി. അപ്പോൾ ആദ്യമേ നമുക്ക് ഇത് എണ്ണയിൽ വാട്ടുകയും ചെയ്യാം. നമുക്ക് എളുപ്പം ഒറ്റ വിസിൽ കേൾപ്പിച്ചാൽ, ഇത് ഒരു തുള്ളി വെള്ളത്തിൽ ഒരു വിസിൽ കേൾപ്പിച്ചാൽ എളുപ്പം നമുക്കിതൊന്ന് വാടി കിട്ടും. പിന്നെ കുറച്ച് എണ്ണ മതി, എണ്ണയുടെ ആവശ്യം കുറച്ച് മതിയാണ്. അതിന് വേണ്ടി നമുക്ക് ഇത് ഉരുളൻകിഴങ്ങും സവാളയും, തക്കാളി മാത്രം വേണ്ട, ബാക്കി ഈ ഉരുളൻകിഴങ്ങും സവാളയും ഇത്തിരി കറിവേപ്പിലയും ഇഞ്ചി നമുക്ക് ഒരൊറ്റ വിസിൽ കേൾപ്പിക്കാം. ഒന്ന് ചൂടായാൽ മാത്രം മതി. അത് കഴിഞ്ഞ ശേഷം നമുക്ക് കടുവറുത്ത് ഇത് നല്ലോണം വാട്ടിയെടുക്കാം. ഓക്കെ, നമുക്ക് തേങ്ങയൊന്ന് വറുത്ത് പോരാം. ഈ ശകലം എണ്ണ ചട്ടിയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, പെട്ടെന്നൊന്ന് മൂത്ത് കിട്ടും. ഒരു ഏലക്കയും, ഒരു ചെറിയ പട്ട, കുരുമുളക്, പെരിഞ്ജീരകം, നമ്മുടെ സാദാ ജീരകം. ഇത്രയും സാധനമാണ്. ഇത് നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കുന്നത്. നമുക്കൊന്ന് വറുത്ത് പോരാം. ഇതിനകത്ത് 2-3 കറിവേപ്പില ഒന്ന് വറുത്ത് പോരാം. തേങ്ങയെല്ലാം നല്ല മൂത്തിട്ടുണ്ട്. തേങ്ങ മൂത്ത് കഴിഞ്ഞാൽ പിന്നെ തീ ഓഫാക്കണം. ഓഫാക്കിയതിന് ശേഷം മാത്രമേ മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം, ഗരം മസാല ഇടണം. ഗരം മസാല വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. നമ്മൾ പെരിഞ്ജീരകവും മറ്റ് സാധനങ്ങളെല്ലാം ഇട്ടതുകൊണ്ട് ഗരം മസാല ചേർക്കണമെന്നില്ല. ചിക്കൻ മസാല ശകലം ചേർത്താൽ മതി. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ശകലം കാശ്മീരി മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, നമ്മളെ സാദാ മുളക് പൊടി, ശകലം ഗരം മസാല, ഇത്രയും കൂടെ. ചട്ടിയിലെ ചൂട് മാത്രം മതി. തേങ്ങയ്ക്കകത്ത് കിടന്ന് ഇത് നല്ലോണം മൂത്തോളും. ഞാൻ കണ്ടില്ല, ഒറ്റ വിസിൽ കേൾപ്പിച്ച് ഉരുളൻകിഴങ്ങും സവാളയും ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് വേവത്തുള്ളൂ. ഇനി നമ്മളെ കറിക്കകത്ത് കിടന്ന് ഇത് ബാക്കിയെല്ലാം വേവുന്നത് കേട്ടോ. അത് കാരണം നമുക്ക് എണ്ണ ലാഭിക്കാൻ വേണ്ടി എണ്ണ അധികം വേണ്ട. അതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ, അല്ലെങ്കിൽ എണ്ണ അധികം വേണം. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് കടുക് വറുത്തെടുക്കാം. എണ്ണ ഒഴിച്ച് നമുക്ക് കടുക് ഇടാം.
എൻ്റെ കടുക് പൊട്ടുന്നുണ്ട്. പച്ചമുളക്, കറിവേപ്പില. നമ്മൾ പച്ചമുളകൊന്നും അതിലിട്ടില്ല, അതല്ലെങ്കിൽ പച്ചമുളക്, തക്കാളി. ഇനി നമ്മൾ ഒരു വിസിൽ കേൾപ്പിച്ച സവാളയും ഉരുളൻകിഴങ്ങും കറിവേപ്പിലയും കൂടെ നമുക്ക് ഇതിനകത്തോട്ടിടാം. ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പ്, 1 സ്പൂൺ ഉപ്പ്. ഇതൊന്ന് വാടി കിടക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് തേങ്ങയൊക്കെ മൂത്ത് നല്ലോണം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചുകൊണ്ട് വരാം. കണ്ടില്ലേ, ഇതിവിടെ ചെറിയ തീയിലൊന്ന് വാടി കിടക്കട്ടെ. നമുക്ക് അപ്പോഴത്തേക്ക് അരച്ചുകൊണ്ട് വരാം. വേണ്ടേ, എപ്പോൾ അരച്ചുകൊണ്ട് വരാം കേട്ടോ. നമ്മുടെ തീയലിൻ്റെ കൂട്ടുകളെല്ലാം നല്ല റെഡിയായിട്ട് ആടിയിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പിടാം. കണ്ടേ, നല്ല മഷി പോലെ അരച്ചിടാം. പണ്ടൊക്കെ എൻ്റെ അമ്മയൊക്കെ കല്ലേലാണ് ഇത് അരയ്ക്കുന്നത് കേട്ടോ. നല്ല മഷി പോലെ അരച്ചെടുക്കും. അത്രയ്ക്ക് നല്ല കറിയും അന്നേരം കഴിക്കാൻ. ഇപ്പം നമ്മളിപ്പോൾ മിക്സിയിലൊക്കെ എല്ലാം അരയ്ക്കും. തീ കൂട്ടി ഒന്ന് ഇതിനകത്തൊന്ന് മിക്സ് ആക്കണം. ഇനി നമ്മൾ ചേർക്കേണ്ടത് ഇതിൻ്റെ ഒരിച്ചിരി പുളി, ഒരു ശകലം പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു നെല്ലിക്ക അളവിന്, കുഞ്ഞ് നെല്ലിക്ക അളവ് മതി കേട്ടോ. 2 തക്കാളി ചേർത്തിട്ടുണ്ടല്ലോ. നമ്മുടെ തീയലിവിടെ റെഡി ആയിട്ടിരിക്കുന്നത്. കണ്ടേ, ഇനി ഇതാ ഈ വെള്ളപ്പത ഉണ്ട്. ഈ വെള്ളപ്പത എല്ലാം അങ്ങ് റെഡ് കളർ നല്ല ചുമന്ന് എണ്ണ തെളിയും. അതുവരെ നമുക്കൊന്ന് കണ്ടേ, നല്ല കിഴങ്ങൊക്കെ ഇപ്പം നല്ല വെന്ത് കണ്ടില്ലേ. നമ്മൾ ഒറ്റ വിസിലൊന്ന് കേൾപ്പിക്കണം കേട്ടോ. എളുപ്പം നമുക്ക് ആക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചേക്കാം. കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കുമ്പോഴത്തേക്ക് തീ കുറച്ച് അടച്ചു വെച്ചിരുന്ന ഇത് മുളകൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടും. ദേ നമ്മുടെ ഓണത്തീയൽ വെന്തിരിക്കുന്നു. നമുക്ക് ഇത്തിരി കറിവേപ്പില ഒന്നിട്ട് ഇനി ഇറക്കി വയ്ക്കാം. കണ്ടില്ലേ, നമ്മുടെ ഓണത്തീയൽ ഇവിടെ റെഡി. സാധാരണ ഒരു ഊണുണ്ണാനാണെങ്കിൽ ഈ തീയലും 2 പപ്പടവും ഉണ്ടെങ്കിൽ, കുറച്ച് തൈരുണ്ടെങ്കിൽ മാത്രം അടിപൊളിയായിരിക്കും ചോറുണ്ണാൻ കേട്ടോ. ചോറ് കാലിയാവുന്നത് അറിയത്തേ ഇല്ല. കണ്ടില്ലേ, നല്ല തീയലാണ്. എല്ലാവരും ഇത് വെച്ച് നോക്കണം. ഓണത്തിന് എളുപ്പം വെച്ചെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു തീയലാണ് കേട്ടോ. എല്ലാം കറക്റ്റാണ്, ഉപ്പും എല്ലാം കറക്റ്റാണ്. ഇനി ഇത് തണുക്കും തോറും ഈ തീയലിൽ ടേസ്റ്റ് കൂടിയേ വരുത്തുള്ളൂ. ഇനി ചൂടെല്ലാം കുറയുമ്പോൾ നല്ല മുളകൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പറായിട്ടിരിക്കും. ഓക്കെ, അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. വീണ്ടും എല്ലാവർക്കും ഓണാശംസകൾ. എൻ്റെ ജന്മനാളാണ് വരുന്നത്. ഈ ഓണത്തിൻ്റെ മൂലമാണ്. എല്ലാവരും വിഷ് ചെയ്യണം കേട്ടോ. ഓക്കെ.